അല്പം കുസൃതിയുള്ള ചില ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇതിനു മുൻപും പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങളെ ആസ്പദമാക്കി മനുഷ്യ അവസ്ഥകളെ, അതിൻ്റെ ചില വശങ്ങളെ നിങ്ങളോടൊപ്പം ചിന്തിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏവരും ഓർക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതിനോട് സമമായ ഒരു സംരംഭമാണ് ഈ വീഡിയോയിലും ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഉന്നയിച്ചിട്ട് അത് ഉണർത്തുന്ന ചിന്തകൾ പങ്കിട്ട് വിരമിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, നീ ഒരു നായാണോ എന്ന് പറഞ്ഞാൽ, നായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശുനകൻ, ശുനകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ടി. നീ ഒരു പട്ടിയാണോ? നമ്മുടെ മലയാളത്തിൽ ആരെങ്കിലും ചീത്ത വിളിക്കുമ്പോഴാണ് ആളുകളെ പട്ടി എന്ന് വിളിക്കുന്നത്, അതെനിക്കറിയാം. പക്ഷേ അർത്ഥത്തിലല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കാരും ചീത്ത വിളിക്കാനുള്ള താല്പര്യമില്ല, അതിനുള്ള കഴിവും നന്നേ കുറവാണ്. മലയാളത്തിൽ വേണ്ടതുപോലെ പ്രാവീണ്യം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ സങ്കടവും എൻ്റെ ആശ്വാസവുമാണ്. കാരണം മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഭാഷ വേണ്ടതുപോലെ കൃത്യമായും ശക്തമായും ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് പരിമിതമായ വികാരങ്ങൾ മാത്രമേ പ്രകടിപ്പിക്കുവാൻ സാധ്യമാകുന്നുള്ളൂ. അതും ഒരു ആശ്വാസമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, നീ ഒരു പട്ടിയാണോ? അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ വിശദീകരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും, അതിൻ്റെ അർത്ഥം വെളിപ്പെട്ടു വരും. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് വളർന്നത്. അപ്പോൾ എനിക്കൊരു അമ്മാച്ചനുണ്ട്. 3 അമ്മാച്ചന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത 2 പേരും ജോലിക്ക് എവിടെയൊക്കെ ദൂരദേശത്തായിരുന്നു. ഇളയ അമ്മാച്ചൻ പന്ത് കളിയൊക്കെ താല്പര്യം, വളരെ രസികനായിരുന്നു, നല്ല സ്നേഹമുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പട്ടിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ പട്ടിയോടും പട്ടിക്ക് അദ്ദേഹത്തോടും വലിയ സ്നേഹമാണ്. എൻ്റെ അമ്മാച്ചൻ്റെ പേര് ജോൺസൺ എന്നാണ്. അപ്പോൾ ജോൺസൻ്റെ കാലിൻ്റെ കീഴിൽ നിന്ന് ഈ പട്ടി വിട്ടുപോകുകയില്ല, എവിടെ പോയാലും കൂടെ പോകണം. എന്ന് മാത്രമല്ല, ജോൺസൺ അങ്കിൾ ഈ പട്ടിയെ നന്നായി പരിശീലിപ്പിച്ചു. അപ്പോൾ ഒരു പന്ത് എറിഞ്ഞാൽ ഈ പട്ടി പോയി എടുത്തുകൊണ്ട് വരും. ഒരു കമ്പിൻ്റെ കഷ്ണം എറിഞ്ഞാൽ പട്ടി അത് പോയി എടുത്തുകൊണ്ട് വരും. ഒരു കല്ലെറിഞ്ഞാൽ അത് പോയി എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഏത് സാധനം എറിഞ്ഞാലും അതെടുത്തുകൊണ്ട് വരും. പിന്നെ എന്തെങ്കിലും സാധനം മേപ്പോട്ടിട്ടാൽ അത് കയറി നിലത്ത് വീഴാതെ കടിച്ച് പിടിക്കും. അതുപോലെ തന്നെ എൻ്റെ അമ്മാച്ചന് നായാട്ടിനോട് ചില താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മുയലിനെ പിടിക്കണം. അങ്ങനെ ആകുമ്പോൾ പട്ടി കൂടെ പോയി മുയലിനെ ഇളക്കാൻ പറഞ്ഞാൽ പട്ടി ഇളക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും അതിന് കൊടുത്തിരിക്കുന്ന പരിശീലനം അനുസരിച്ച് ഈ പട്ടി ആ കടമ നിർവഹിക്കും. അപ്പോൾ പട്ടിയോട് പറയുകയാണ്, പട്ടിയുടെ മുമ്പിൽ ഈ പന്തെറിയുമ്പോൾ പട്ടി അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ഞാൻ ഈ പന്തിൻ്റെ പുറകെ ഓടാൻ നിർത്തിയിട്ട് കുറേ നാളായല്ലോ, അതുകൊണ്ട് എനിക്കോ ഇദ്ദേഹത്തിനോ വല്ല ഗുണമുണ്ടോ? എന്നെക്കൊണ്ട് വെറുതെ ഈ അർത്ഥശൂന്യമായ പണി ചെയ്യിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ആ പന്തെടുക്കാൻ പോകുന്നില്ല എന്നൊരു പട്ടിയും പറയത്തില്ല. അല്ലെങ്കിൽ ഒരു കല്ലെടുത്തെറിയുന്നു, ഞാനതിനെ കല്ലിൻ്റെ പുറകെ ഓടുന്നു എന്നൊരു പട്ടിയും പറയാറില്ല. അല്ലെങ്കിൽ മുയലിനെ ഇളക്കണം, അയാൾ പോയി ഇളക്കട്ടെ, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊരു പട്ടിയും. അതിന് കൊടുത്തിരിക്കുന്ന പരിശീലനം എന്താണ്, അതിനനുസരിച്ച് അതിൻ്റെ യജമാനൻ പറയുന്നത് നിർവഹിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ പട്ടിക്ക് സമാനമാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. വിപ്പ്, ഒരു പാർട്ടിക്ക് ഒരു വിപ്പുണ്ട്.
അപ്പോൾ വിപ്പ് പറയുന്ന പോലെ മാത്രമേ വലിയ മെമ്പേഴ്സ് ഓഫ് MP മാരൊക്കെ അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനോ നിലപാടെടുക്കാനോ ഒന്നും സാധ്യമല്ല. വിപ്പ് പറയുന്നത് പോലെ പോയി വോട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ പട്ടിയുടെ മുമ്പിൽ പന്തിടുന്നതും കല്ലിടുന്നതും ഈ വിപ്പ് പറയുന്നത് പോലെ പോയി വോട്ട് ചെയ്യുന്നതും ഒക്കെ തുല്യമാണ്. സാധാരണ നമ്മൾ ചിന്തിക്കാറ്, പക്ഷേ വസ്തുനിഷ്ഠമായി ചിന്തിച്ചാൽ അത് തന്നെയാണ്. ചിന്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ ലഭിച്ചിരിക്കുന്ന പാരമ്പര്യം താരിപ്പനുസരിച്ച് എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം ഈ പട്ടിയുടെ പ്രവർത്തനത്തിന് സമാനമാണ്. ഇപ്പോൾ വർഗീയ ലഹളം നടക്കുന്നു. ഭാരതത്തിൽ വളരെ അധികമായിട്ട് അത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആയിരക്കണക്കിന് വർഗീയ ലഹള. അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പോലും എന്തുകൊണ്ടാണ് ലഹളയെന്നോ താൻ തല്ലാനും കൊല്ലാനും പോകുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടാണ് ഇത് അർഹിക്കുന്നതെന്നോ, അങ്ങനെ തല്ലുകയും കൊല്ലുകയും തീ വെക്കുകയും ബലാത്സംഗം ചെയ്താൽ തൻ്റെ പാർട്ടിക്കോ മനുഷ്യരാശിക്കോ ഭാരതത്തിനോ എന്തെങ്കിലും നന്മ വരുമെന്നോ ഒന്നും ആലോചിച്ചിട്ടല്ല. ഒരു ശുനകന് എന്ത് പരിശീലനം ലഭിച്ചു അതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നത് പോലെ മാത്രമാണ് ആളുകൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു സഭയ്ക്ക് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു കോടതി വിധി, ആ വിധി എങ്ങനെ വന്നു എന്നൊക്കെ പോട്ടെ, വിധികളൊക്കെ എങ്ങനെ വരുന്നതെന്നൊക്കെ എല്ലാവർക്കും കുറച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ എൻ്റെ സഭയ്ക്ക് അതുകൊണ്ട് വലിയ ലാഭമുണ്ട്. അതുകൊണ്ട് അതിനെ ഒരിക്കലും മനുഷ്യത്വത്തിൻ്റെ കണ്ണുകൊണ്ട് കാണരുത് എന്ന് യജമാനൻ പറഞ്ഞാൽ അത് മാത്രം കടിച്ചു പിടിച്ച് നിൽക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ടെങ്കിൽ അവരെ ഏത് കൂട്ടത്തിൽ പെടുത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഒരു തിരുമേനിയെ കസേരയിൽ ഇരുത്തി അടക്കിയാൽ അദ്ദേഹം സ്വർഗത്തിൽ ആ കസേര കൊണ്ടുപോയി അവിടെയുള്ള 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുമെന്ന് ഒരു സഭയുടെ താരിപ്പ് അല്ലെങ്കിൽ പാരമ്പര്യം പറയുമ്പോൾ അതങ്ങനെ തന്നെ ആണ് എന്ന് വിശ്വസിക്കുകയും മറ്റെല്ലാവരും അത് ഉൾക്കൊള്ളണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്ന ആളുകളെ ഏത് കാറ്റഗറിയിൽ പെടുത്തണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ആർക്കും അറിയാൻ വയ്യാത്ത വിധത്തിൽ മൃഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തേക്കാൾ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞാൽ ആ കൂട്ടത്തിൽപ്പെടുന്ന ഏവരും അത് തന്നെ വിശ്വസിക്കണമെങ്കിൽ അതിന് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. ഞാനീ പറഞ്ഞ 4 കാലി എൻ്റെ അമ്മാച്ചൻ പരിശീലിപ്പിച്ച ആ പട്ടിയെ കൊണ്ട് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാൻ സാധ്യമാകിയിട്ടു. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ദൈവത്തോട് മലയാളത്തിൽ ഒന്ന് സംസാരിച്ച് നോക്കിയാൽ എന്ത് കുഴപ്പം വരും, ഞാനൊന്ന് നോക്കട്ടെ എന്നൊരിക്കലെങ്കിലും ഒന്ന് പറയണം, ഒന്ന് സംസാരിച്ച് നോക്കണം. ഇതൊന്നും വേണ്ട. സ്വന്തമായിട്ട് വീട്ടിനകത്ത് മുറിയിൽ കയറി വാതിലടച്ച് ഒരു 10 ദിവസം തൃശ്ശൂർ പൂരം നടത്തുന്ന പോലെ വർവാഷ പൊട്ടിച്ച് നോക്കി. അതുകൊണ്ട് ദൈവം കേൾക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അനുഗ്രഹം പ്രാപിക്കുമെന്നോ ആത്മീയ നിറവ് വർദ്ധിക്കുമെന്നോ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഞാനും ആ വഴിക്ക് വരാൻ തയ്യാറാണ്. എന്നാൽ അതൊന്നുമല്ല. കിട്ടിയ പരിശീലനം പെന്തക്കോസ്തുകാരനാണോ മറുഭാഷ പറഞ്ഞിരിക്കണം, CSIക്കാരനാണോ മറുഭാഷ പറഞ്ഞുകൂടാ. അതും അതുപോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓർത്തഡോക്സുകാരനാണോ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് മാത്രം പ്രാർത്ഥിക്കണം, പിന്നെ കുരിശ് വരയ്ക്കണം. CSIക്കാരനാണോ കുരിശ് വരയ്ക്കേണ്ട. തിരുമേനിയെ കാണുമ്പോൾ കൈമുത്തണം. എന്തിനാണ്? ആര് പറഞ്ഞിട്ടാണ്? ഏത് ആത്മീയതയാണ്? പരിശീലനമാണ്. പട്ടിയുടെ മുമ്പിൽ പന്തിട്ടാൽ അത് പോയി പെറുക്കിയെടുത്തുകൊണ്ട് വരുന്നത് പോലെയാണ് ഈ കൈമുത്ത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ചിന്താശക്തി ഇല്ലാത്ത വിധത്തിൽ പരിശീലിപ്പിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മനുഷ്യർക്ക് ദൈവം മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തിത്വമാണ് നൽകിയത് എന്ന് പറഞ്ഞിട്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് എങ്കിലും
മനുഷ്യനെ മൃഗതുല്യമായി മാത്രം പ്രവർത്തിക്കുവാൻ പരിശീലിപ്പിക്കുന്നൊരു സംവിധാനമായി മതങ്ങൾ മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് തന്നെയാണ്, സംസ്കാരവും അത് തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ വലിയ വലിയ പ്രാധാന്യം കൽപ്പിച്ച് വിലമതിച്ചൊക്കെ വച്ചിരിക്കുന്ന എല്ലായിടങ്ങളിലും രാഷ്ട്രീയം, മതം, സംസ്കാരം, ഇവിടെയെല്ലാം മനുഷ്യൻ്റെ മനുഷ്യത്വത്തിന് വില ഇടിവ് വരത്തക്ക പ്രവർത്തനങ്ങളും താരിപ്പുകളും മുൻഗണനകളും ധാരണകളുമേ ഉള്ളൂ എന്നത് നാം തിരിച്ചറിയണം. എന്തുകൊണ്ട് തിരിച്ചറിയണം? മറുതലിക്കാനല്ല. നമ്മുടെ വ്യക്തിത്വത്തെ അതിൻ്റെ മാഹാത്മ്യത്തിൽ, അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശുദ്ധിയിൽ വളർത്തിയെടുക്കുവാനുള്ള ചുമതല നമ്മുടെ ചുമലിലാണ് എന്ന് തിരിച്ചറിയുവാൻ. അത് മറ്റൊരിടത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയില്ല. ആ ചുമതല നാം നിർവഹിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, എൻ്റെ അമ്മാച്ചൻ്റെ പട്ടിയുടെ അവസ്ഥയിൽ നിന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് ആർക്കും കഴിയുകയില്ല. ഞാൻ അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നുപോയ വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത്. ദൈവം ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി ഉത്തരവാദിത്വ ബോധത്തോടെ, ലക്ഷ്യബോധത്തോടെ, വിശ്വാസത്തിൻ്റെ ചോരത്തിളപ്പിൽ അന്ത്യം വരെയും പ്രവർത്തിക്കുവാനുള്ള പരിപാവനമായ ചുമതല കൊടുത്തിരിക്കുകയാണ്. അതിന് പകരം വല്ലവരും പരിശീലിപ്പിക്കുന്ന പട്ടിയായി തീർന്നാൽ നാം എന്തു ചെയ്യും? ഈ ഒരു സാഹചര്യത്തിൽ, അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭീകരമായ എന്താണ് പറയുന്നത്, അപമാനം, സെൽഫ് ഇൻസൾട്ട് ജനം മനസ്സിലാക്കണം, തിരിച്ചറിയണം. നമുക്ക് നമ്മെ പറ്റിയൊരു അഭിമാനം ഉണ്ടാകുന്നത് പാപമാണെന്ന് നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ വില തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ, നിങ്ങളതിനെ മാനിക്കുന്നില്ല എങ്കിൽ, അതിൻ്റെ മാഹാത്മ്യത്തിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയും അർമാദിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ പാപം ചെയ്യുന്നവരാണ്. അതാണ് പാപം. അപ്പോൾ യേശു പറയുന്നില്ലേ, നിങ്ങൾ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ താമരയെ നോക്കുവിൻ. എനിക്കതല്ല നിങ്ങളോട് പറയാം, എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ പട്ടികളെ നോക്കുവിൻ, നിങ്ങൾ അവരെ പോലെ ആകരുത്. ദയവായി അതുപോലെ ആകരുത്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പട്ടിയേക്കാൾ ചെറിയൊരു ജീവിയാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ. അത് ഞാൻ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം, ഞാനിവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ MG നഗറിലാണ് താമസിക്കുന്നത്. എനിക്കുള്ളൊരു സങ്കടം, ഒരു പക്ഷേ എൻ്റെ ഏക സങ്കടം, എൻ്റെ വീട്ടിന് വെളിയിലിറങ്ങി ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് നടക്കാനും ഇരിക്കാനും, എല്ലാം മറന്നൊന്ന് ചെടികളുടെ ഇടയിൽ പോയി നിന്നൊന്ന് ചിന്തിക്കുവാനും, ഒന്ന് പാട്ട് പാടുവാനും, ഒന്ന് ചിരിക്കുവാനും, ഇരകളോട് ചേർന്ന് അല്പമൊന്ന് സന്തോഷിപ്പാനും സാധിക്കാത്ത വിധത്തിൽ കൊതുക് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ കൊതുകിനെ കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊതുക് നിങ്ങളെയും കടിച്ചിട്ടുണ്ട്, എന്നെ ഒത്തിരി കടിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പ്രശ്നം, കൊതുക് ഒരിക്കൽ കടിച്ചാൽ ആ മാർക്ക് ഒരിക്കലും പോകത്തില്ല. അതൊരു നിത്യ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് എൻ്റെ തൊലിയിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ കൊതുകിനെ പറ്റി വളരെയധികം ചിന്തിക്കാറ്. അപ്പം അങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രയോജനമുള്ളതും ആഴമേറിയതുമായ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ ജനിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മതി. കൊതുകിനെ പറ്റി എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഒരു കൊതുകിന് ഒരു വ്യക്തിയെ കണ്ടാൽ, അവൻ തെണ്ടിയായിക്കൊള്ളട്ടെ, അവൻ തെമ്മാടിയായിക്കൊള്ളട്ടെ, അവൻ തിരുമേനി ആയിക്കൊള്ളട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കൊള്ളട്ടെ, പ്രസിഡൻ്റ് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഒരു കൊതുകിന് ഒരു മനുഷ്യൻ അതിൻ്റെ ആഹാരം മാത്രമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊതുക് എൻ്റെ ശരീരത്തിൽ വന്നിരുന്ന്
നല്ല ഡോക്ടർമാരെക്കാളും നഴ്സുമാരെക്കാളും വിദഗ്ധമായി ചോര വലിച്ചു കുടിക്കാൻ ഒരു കൊതുകിനേക്കാൾ പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടറും ഒരു നഴ്സും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അതിഷ്ടം പോലെ രക്തം ഊറ്റി കുടിച്ച് പോയ ശേഷമാണ് നമ്മൾ അറിയുന്നത്. പിന്നാണ് ചൊറിച്ചിൽ തുടങ്ങുന്നത്. വന്ന് കുത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല. അതുപോലെ കുത്താൻ കഴിവുള്ള ഏതെങ്കിലും നഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡോക്ടറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒത്തിരി സൂചിയുടെ കുത്തു കൊണ്ടവനാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമ്മുടെ നഴ്സുമാരെ ഈ കൊതുകുകളെ കൊണ്ടൊന്ന് പരിശീലിപ്പിച്ചാൽ ഒക്കുമോ? അതിനുള്ള ടെക്നോളജി എനിക്ക് അറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടില്ല. നല്ലതാണ്, ഒക്കുമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ കൊതുകിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ ദേഹത്ത് വന്നിരിക്കുന്നു എന്നൊന്നും അതിന് പ്രശ്നമല്ല. അതിന് ആഹാരമാണ്. മനുഷ്യൻ അതിന് ആഹാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് രാഷ്ട്രീയ മേഖലയിലും മതമേഖലയിലും മറ്റ് മേഖലകളിലും വിദ്യാഭ്യാസമാണെങ്കിലും എന്തുമായിക്കൊള്ളട്ടെ, മനുഷ്യർക്ക് സഹജീവികൾ ആഹാരം മാത്രമാണ്. ഈയിടെയായി അടുത്ത കാലങ്ങളിൽ ടിനു ജോർജ് എന്ന് പറയുന്ന ഒരു മഹാൻ ആളുകളുടെ കയ്യിലെ സ്വത്ത് അവൻ്റെ പോക്കറ്റിലാക്കാൻ നടത്തുന്ന അഭ്യാസങ്ങൾ നമ്മൾ കണ്ടു. അവൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ വിശ്വാസികളല്ല, അവൻ്റെ ആഹാരമാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ 10 പേര് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായി. ഒരിക്കലൊരു ബിഷപ്പ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ദക്ഷിണ കേരള മഹായിടവകയുടെ ബിഷപ്പിനോട് പറഞ്ഞു, കുറച്ച് നാൾ മുൻപാണ്, എൻ്റെ ഇടവകയിൽ ഒരു മാസം കുറഞ്ഞത് ഒരു 600 പുതിയ ബാപ്റ്റിസമെങ്കിലും നടക്കുന്നുണ്ട്, മതപരിവർത്തനം. അപ്പോൾ അത് വലിയ അഭിമാനത്തോട് ആവേശമാണ്. അപ്പോൾ ഈ ആവേശത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. അത്രയും കൂടുതൽ മേച്ചിൽപ്പുറമായല്ലോ, കൂടുതൽ ആഹാരം, കൂടുതൽ ചോര. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ വരുന്നവർക്കേ ആത്മീയ വർധന ഉണ്ടാക്കാനായിട്ട് വല്ലതും പ്രത്യേകമായിട്ട് വല്ലതും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്? എല്ലാവരുടെയും കൂടെ എപ്പോഴാണ് സമയം? അതുകൊണ്ടാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, വെറും ആഹാരമാണ്. മനുഷ്യനെ ആഹാരമാക്കി മാറ്റുകയാണ്. ഇപ്പോൾ ഇത് യേശുവിന് അറിയാമായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 16, 17, 18 വാക്യങ്ങളിൽ യേശു ശിമോനെയും അവൻ്റെ സഹോദരനെ അന്ത്രയോസിനെയും വിളിക്കുമ്പോൾ അവരോട് പറയുന്ന വളരെ വളരെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിങ്ങൾ മീൻ പിടിക്കുന്നവരായിരുന്നു, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കരുത്. നിങ്ങൾ മനുഷ്യരെ മീൻ പിടിക്കുന്നവരെ പിടിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരല്ല, നിങ്ങൾ കൊതുകുകളാകും. കൊതുകുകൾ ആരെ കണ്ടാലും അവരുടെ ആഹാരമാണ്. എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എനിക്ക് നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോട് പറയാനുള്ളത്, മതമേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഇന്ന് മനുഷ്യൻ സഹജീവിയെ കാണുമ്പോൾ അവനെൻ്റെ ആഹാരമാണ് എന്ന് ചിന്തിക്കാൻ മാത്രമേ അവന് വളർച്ച ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ വലിയ കണ്ണും മിഴിച്ച് നോക്കുന്നവരൊക്കെ വെറും കൊതുകുകളാണ്, വെറും കൊതുകുകളാണ് എന്നെപ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നോ അപ്പോൾ നിങ്ങൾക്ക് വിടുതലുണ്ടാകും. ഇത് പറയുമ്പോൾ ഞാൻ ചില ആളുകളെ വിമർശിക്കാനായിട്ട് പറയുന്നതല്ല, നമ്മൾ ആരും അങ്ങനെ ആയിപ്പോകരുത് എന്ന് ഓർമ്മിപ്പിക്കാനും അപേക്ഷിക്കുവാനും പ്രാർത്ഥിക്കാനുമാണ്. നാം നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ദർശനം ഒരു കൊതുകിൻ്റെ താല്പര്യത്തിനപ്പുറത്ത് വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ നമുക്ക് അയ്യോ കഷ്ടം. അങ്ങനെ കൊതുകിനെ പോലെ ചിന്തിക്കുകയും കൊതുകിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഭൗതികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നിരിക്കാം. അവർ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായെന്നിരിക്കാം, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായെന്നിരിക്കാം, അല്ലെങ്കിൽ മെത്രാനോ മേജർ ആർച്ച് ബിഷപ്പോ ആയെന്നിരിക്കാം. അവർക്ക് അയ്യോ കഷ്ടം. അതിനേക്കാൾ കഷ്ടമാണ് ഈ മന്ത്രി കൊതുകുകൾ, മെത്രാൻ കൊതുകുകൾ എൻ്റെ രക്തം കുടിക്കുന്നതാണ്, എന്നെ ആഹാരമായിട്ട് കാണുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അനുഭൂതി
എന്ന് മാത്രം ചിന്തിക്കുവാൻ, അത്രമാത്രം വളർച്ച മാത്രം പ്രാപിച്ച ഒരവസ്ഥയിൽ മനുഷ്യരായി തീരുന്നതാണ് ഏറ്റവും മർമ്മഭേദകമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ രണ്ട് ജീവികളിൽ നിന്ന് മനുഷ്യരെ പറ്റിയുള്ള അല്പം ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ വന്നത് നിങ്ങളുമായി പങ്കിട്ടുവെന്ന് മാത്രം. സർവശക്തനായ ദൈവം കൃപ തോന്നി നമ്മളെ പട്ടികൾ ആയിപ്പോകുന്ന ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷിക്കട്ടെ. നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ വ്യക്തിത്വം കൊതുകിൻ്റെ വ്യക്തിത്വത്തെക്കാൾ മാഹാത്മ്യമുള്ളതായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ്. അല്ല, പട്ടിയാകുന്നതിലും കൊതുകാകുന്നതിലുമാണ് നമ്മുടെ അഭിമാനമെങ്കിൽ എനിക്കിത്ര മാത്രമേ പറയാനുള്ളൂ. സബ്കോ സന്മതി ദേ ഭഗവാൻ.